സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മറുമരങ്ങൾ. ഈ പുഴയും കുളിർക്കാറ്റും അതിനെത്ര വർണ്ണച്ചിറക്, എത്ര എത്ര അഴക്, അതിനെത്ര വർണ്ണച്ചിറക്. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴി എഴുന്നള്ളുന്നേ പോലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി വന്നില്ല പൊന്നോണം പോയല്ലോ. ഒരു നില മുഴുവതിൽ മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളി തിന്നേ. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. ഉണ്ണികളെ തേടി വരുന്നു ഉള്ളുരുകും കാവിലയമ്മേ. ഉണ്ണികളെ തേടി
കണ്ടതാരെന്നോ ഒരു പിടിയവിലിനു വെറുമൊരു മലരിനു വെയിലിതു മുഴുവനും ഏൽക്കണതാരാ ആയില്യക്കാവിലു വേലേം പൂരവുമുണ്ടേ നീ എന്റെ കുഞ്ഞിക്കുയിലെ കൂടെ വരില്ലേ ഇല്ലെന്നോ മിന്നും പൊന്നും കൈവളകാതില ചാത്താനെന്നോ വളരെ ഹൃദയസ്പർശമായ ഈ അവസരത്തിൽ കുഞ്ഞുമോനെ ആദരണീയത്തിൽ നമ്മുടെ കൺവീനർ രതിയും നമ്മുടെ ചെയർമാൻ ഓർഗനൈസിംഗ് അധ്യക്ഷനായ ചെയർമാൻ സുധീർ കെ ബാബു മോനെ അനുഗ്രഹിക്കുന്നു. മോനെ താങ്ക്സ്. നല്ല അടിപൊളി പരിപാടി കേട്ടോ. മോന്റെ അരങ്ങേറ്റം കൂടിയാണ് നമ്മൾ വേദി. ഓക്കെ ഓക്കെ ഉത്തമം ഒന്ന് ഫോട്ടോ എടുത്തോ. നമ്മള് രണ്ടാമത് എത്തിപ്പെടാത്ത ഫീൽഡില്ല. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയേകണേ. ചെയർമാന്റെ സാന്നിധ്യത്തിൽ, ചെയർമാൻ കൺവീനറുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മുഖ്യാതിഥിയായ കൊളംബിയത്ത് നാനാട്ടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണ്. കൊളംബിയത്ത് നാനാട്ടൻ ഓലക്കല്ലിയുടെ ആചാര്യനായ പാനൂരിന്റെ ഐശ്വര്യമായ ഓലക്കല്ലിയുടെ ആചാര്യനായ ശ്രീ നാനാട്ടന്റെ കൈകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രത്നാകരന്റെ ഗുരുനാഥൻ കൂടിയാണ്. അടുത്തത് ചെയർമാൻ ബദ്ധത്തികൾ കൊടുക്കുക.
ചെയർമാൻ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായ മറ്റംഗങ്ങളും പദ്ധതികൾ കൊടുക്കുകയാണ്. ലസിത രത്നാകരൻ അവസാനമായി നമ്മളുടെ ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ സുധീർ കെ ബാബു ബദർദീപം കൊടുക്കുകയാണ്. ഇതോടുകൂടി ഔപചാരികമായി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയത്. അതിനുശേഷം ഓണത്തോടനുബന്ധിച്ച് ഒരു പരിപാടി നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരപൂർവം നാലാണ്ടിന് ഷാലടിക്കുകയാണ് നമ്മുടെ എല്ലാവർക്കും വേണ്ടി ചെയർമാൻ സുധീർ കെ ബാബു. ഹലോ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ സ്വീകരിച്ച ഇതിൻ്റെ സംഘാടകർക്കും ശരിയുള്ള വിശിഷ്ട വേദികൾക്കും മുൻപിലുള്ള സഹോദരന്മാർക്കും ആദ്യമായി സ്നേഹപൂർവ്വം കൂപ്പുകയർപ്പിച്ചുകൊണ്ട് എന്നെപ്പറ്റി 2 വാക്ക് സംസാരിക്കുന്നു. എൻ്റെ പൂർവ്വ വിദ്യാഭ്യാസം കണ്ണമ്പള്ളി LP സ്കൂളിലായിരുന്നു. അന്ന് കല്യാൺ ടീച്ചർ എന്നെ വിളിച്ച് നാണോ ഇങ്ങോട്ട് വാന്ന് പറയും. അപ്പോൾ എനിക്ക് അന്ന് പെൺകുട്ടികളെ കൂട്ടത്തിൽ പോയി പാട്ട് പാടാൻ മടിയായിരുന്നു. എങ്കിലും ടീച്ചറുടെ നിർബന്ധത്തിന് പാട്ട് പാടും. മഞ്ഞത്തെറ്റി പൂങ്കുല പോലെ മഞ്ഞുമലരും പുലർകാലേ ഇങ്ങനെയുള്ള വരികൾ എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. പാട്ടുകളൊക്കെ മറന്നുപോയി. അത് കുറേ കൊല്ലമുള്ളതാണ്. അങ്ങനെ സ്കൂളിൽ അന്ന് ഞാനൊരു താരമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരവസരം കിട്ടാതെ ഒരു വരി പോലും എഴുതാത്ത വ്യവസായങ്ങളാണ് നല്ല സ്കിറ്റും കഥയും കവിതയും നിമിഷകവിയായിട്ട് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞ കഴിവ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പല ആൾക്കാരെ സഹായിച്ചതോടൊപ്പം പലരുടെയും ഇതുപോലെയുള്ള വാസനകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എത്താൻ നമ്മളെ മനസ്സുള്ളത് നടന്ന് എല്ലാ ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ എന്താണ് എല്ലാവരും ആശംസ അറിയിക്കുക. കാരണം പറഞ്ഞാൽ ഇത്രയേറെ കഴിവുകളുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരനെ വരാം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യത്യസ്ത ഫീൽഡിൽ നേരത്തെ അതിൻ്റെ ചെറിയൊരു എന്താണ് അതിൻ്റെ തുടക്കം നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുന്ന ആ ഡെസ്പേരുണ്ടോ അങ്ങനെയല്ല. ഒരു 57-6 വയസ്സിന് ശേഷമാണ് എത്താറുള്ളത്. നമ്മുടെ രത്നാകരന് കവിത എഴുതാനും സ്റ്റോറി എഴുതാനും ഒക്കെ ഇൻസ്പിറേഷൻ കൊടുത്തത് അല്ലെ രത്നാകരൻ? ഒരു കഥ തീർച്ചയായും ഒക്കെ ഇങ്ങനെ എഴുതുന്നത് കാണുമ്പോൾ അത് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. കാരണം അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ രത്നാകരനെ ആദരിക്കാൻ വേണ്ടി നമ്മളുടെ ഗൾഫുകാരനായ നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് സാദിഖിനെ അഭ്യർത്ഥിക്കുന്നു. രത്നാകരൻ മുമ്പിലേക്ക് ആദരിക്കുകയാണ്. എല്ലാവരും കൈയടിക്കുക. കവിയും നോവലിസ്റ്റും ശില്പികാരനുമല്ല രത്നാകരൻ. വേറൊരു കാര്യമുണ്ട്. പണ്ടുള്ള രത്നാകരൻ എപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നു. ഇപ്പം വിളിച്ചോ ഞാനത് ആലോചിക്കുകയും ചിന്തിക്കുന്നത് എൻ്റെ ആകെ 100 കോടി. ഇപ്പൊ ഫോൺ വിളിച്ചുകൂടെയല്ല, എപ്പം പോലും എഴുത്തേ എടുത്താം. പണ്ടല്ല എപ്പം വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് രത്നാകരൻ. ഇപ്പൊ ഫോൺ എടുക്കും. ഓരോ അംഗങ്ങൾക്കും ഒരുപാട് വ്യത്യസ്ത കഴിവുകളുണ്ട്. നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത്.
താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുരി
ചെങ്കുരിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി. സുഖദമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി. സ്വർണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽക്കവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുരിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം